ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് എന്താണ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ. ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു സ്പെസിഫിക് പ്ലാനിനെയാണ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് പറയുക. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി പ്ലാനിൽ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓവറോൾ പ്രൊഡക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഏരിയാസും ഒരു ഇഫക്റ്റീവായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി പ്ലാനിൽ മെൻഷൻ ചെയ്യും. ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി പ്ലാനിന് മെയിനായിട്ട് 3 എലമെൻറ്റ്സ് ആണുള്ളത്: ഓപ്പറേഷണൽ, ടാക്റ്റിക്കൽ, അതുപോലെ സ്ട്രാറ്റജിക് പ്ലാനിങ്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. അപ്പം എലമെൻറ്റ്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ, അതിലൊന്നാമത്തെയാണ് ഓപ്പറേഷണൽ പ്ലാനിങ്. അപ്പോൾ ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ, വാട്ട് ആൻഡ് വെൻ തിങ്സ് നീഡ് ടു ബി ഡൺ. അതായത് ആരാണ്, അതുപോലെ എന്താണ്, എപ്പോഴാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഓപ്പറേഷണൽ പ്ലാനിങ്ങിൽ ഓരോ വർക്കേഴ്സിനും അവരുടെ ജോലി ചെയ്യാൻ ആവശ്യമായ റിസോഴ്സസിലേക്ക് ആക്സസ് ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർഡിനേഷനാണ് ഇവിടെ നടക്കുന്നത്. അതായത് സപ്ലയേഴ്സ്, വെൻഡേഴ്സ്, മെറ്റീരിയൽസ്, കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഇതിൻ്റെയൊക്കെ ഒരു കോർഡിനേഷനാണ് ഈ ഓപ്പറേഷണൽ പ്ലാനിങ്ങിൽ നടക്കുന്നത്. ദെൻ രണ്ടാമത്തേതാണ് ടാക്റ്റിക്കൽ പ്ലാനിങ്. ടാക്റ്റിക്കൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഓവറോൾ സ്ട്രാറ്റജിക് ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഷോർട്ട് ടേം ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക, അതാണ് ടാക്റ്റിക്കൽ പ്ലാനിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ഈ ടാക്റ്റിക്കൽ പ്ലാനിങ്ങിൽ ഇപ്പം പ്രൊഡക്ടിവിറ്റി പ്ലാനിൽ 3 എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 എലമെൻറ്റ്സിനും ഓരോരോ ഒബ്ജക്റ്റീവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് റെസ്പോൺസിബിൾ എന്നുള്ളത് ടാക്റ്റിക്കൽ പ്ലാനിങ്ങിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ലീഡേഴ്സും എങ്ങനെയാണ് അവരുടെ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും ടാക്റ്റിക്കൽ പ്ലാനിങ്ങിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് എലമെൻ്റ് ആണ് സ്ട്രാറ്റജി പ്ലാനിങ്. സ്ട്രാറ്റജി പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് കമ്പനിയുടെ ഓവറോൾ മിഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ ഓവറോൾ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജി പ്ലാനിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർഗനൈസേഷണൽ ലീഡേഴ്സ് ഒബ്ജക്റ്റീവ്സ്, എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് സെറ്റ് ചെയ്യും. അതായത് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യലാണെങ്കിൽ അത്, അപ്പോൾ എന്താണോ മേജറായിട്ടുള്ള ഒബ്ജക്റ്റീവ് അത് ആദ്യം സെറ്റ് ചെയ്യുന്നുണ്ടാവും. ദെൻ അതിനുശേഷം മാനേജേഴ്സ് കമ്പനിയുടെ ഒരു സ്പോട്ട് അനാലിസിസ്, അതായത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ട് അനാലിസിസ് നടത്തും. ദെൻ അതിൻ്റെ ബേസിൽ ലീഡേഴ്സ് കമ്പനിക്ക് സ്ട്രാറ്റജീസ്, ഈ സ്വോട്ട് അനാലിസിസ് നടത്തിയതിൻ്റെ ബേസിൽ കമ്പനിക്ക് വേണ്ട സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യും, അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് സ്ട്രാറ്റജി പ്ലാനിങ്ങിൽ നടക്കുന്നത്. ദെൻ അടുത്തൊരു ടേമാണ് ഇൻഡിവിജ്വൽ പ്രൊഡക്ടിവിറ്റി. അതായത് ഇപ്പോൾ നമ്മൾ ഈ 3 ഏരിയാസ് വെച്ചിട്ട് കമ്പനിയുടെ ഒരു പ്രൊഡക്ടിവിറ്റി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം ആ ഓർഗനൈസേഷന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി പ്ലാൻ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ വർക്കറിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇവിടെ മാനേജേഴ്സും അതുപോലെ സൂപ്പർവൈസേഴ്സും ഓരോ ഇൻഡിവിജ്വൽ വർക്കേഴ്സിനുമുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ഗോള് സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ട്രെയിനിങ്ങുകൾ കൊടുക്കും. അതായത് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ ടൈം വേസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ടും അവർക്ക് നന്നായിട്ട് ടൈം യൂസ് ചെയ്യാനായിട്ടും ഒക്കെ ട്രെയിനിങ്ങുകൾ കൊടുക്കും. അപ്പോൾ മാനേജേഴ്സും അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സും ചേർന്ന് ഇൻഡിവിജ്വൽ വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും പ്രൊഡക്ടിവിറ്റി പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്രയാണ് പ്രൊഡക്ടിവിറ്റി പ്ലാനിൻ്റെ എലമെൻറ്റ്സ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. അപ്പോൾ എന്താണ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്? പ്രൊഡക്ടിവിറ്റി ഓഡിറ്റിലൂടെ ഡിറ്റർമിൻ ചെയ്യുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ്, അതുപോലെ മാനേജ്മെൻറ്റ് എത്രത്തോളം നന്നായിട്ട്, എത്രത്തോളം ഇഫക്റ്റീവായിട്ട് റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കമ്പനി ഫോക്കസ് ചെയ്യേണ്ട മോസ്റ്റ് പ്രോമിസിങ് ഏരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് നടത്തുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റി ഓഡിറ്റിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സസിനെ എത്രത്തോളം ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് നടത്തുന്നത്. ഇനി അടുത്തത് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റാണ്. മെയിനായിട്ട് 3 ടൈപ്പ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റാണുള്ളത്: മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്, ലേബർ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്, അതുപോലെ ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെയാണ് മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മെറ്റീരിയൽസ്. അതായത്
മെറ്റീരിയൽസിൻ്റെ പ്രൊഡക്ടിവിറ്റി എക്സാമിൻ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനുമാണ് മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് നടത്തുന്നത്. ഇവിടെ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, മുന്നേ ഉണ്ടായിരുന്ന അതേ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുന്നേ ഉണ്ടായിരുന്ന അതേ ഔട്ട്പുട്ട് നമുക്ക് മുന്നത്തെക്കാട്ടിലും കുറഞ്ഞ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റിൽ നോക്കുന്നത്. രണ്ടാമത്തത് ലേബർ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റാണ്. അപ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി എക്സാമിൻ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലേബർ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് നടത്തുന്നത്. ഇവിടെയും 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, മുന്നേ ഉണ്ടായിരുന്ന അതേ ലേബർ കോസ്റ്റിൽ നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന അതേ ഔട്ട്പുട്ട് അതിനേക്കാട്ടിലും കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ. ഇതാണ് ലേബർ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റിൽ നോക്കുന്നത്. മൂന്നാമത്തതാണ് ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്യാപിറ്റലിൻ്റെ പ്രൊഡക്ടിവിറ്റി എക്സാമിൻ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് മെയിനായിട്ട് 2 കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്ന്, എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എത്രത്തോളം ക്യാപിറ്റലാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് അനലൈസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. അപ്പം എന്തൊക്കെയാണ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ പഠിക്കുന്നതിലൂടെ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തത് കമ്പനിയുടെ റിസോഴ്സസിനെ എത്രത്തോളം നമ്മൾ പ്രോഫിറ്റബിളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ മൂന്നാമത്തത് കമ്പനിയുടെ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെഷേഴ്സും ടെക്നിക്സും ഒക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മാനേജേഴ്സിനും സ്റ്റാഫിനും അവരുടേതായിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒബ്ലിഗേഷനെ നല്ല സെൻസിൽ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിനും സ്റ്റാഫിനെയും പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ എങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. അപ്പം പ്രൊഡക്ടിവിറ്റി ഓഡിറ്റിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്, ഒന്ന്, ഫാക്ടോറിയൽ ഇൻപുട്ട് ഹാവ് ഗോട്ട് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓർ യാഡ് സ്റ്റിക്സ് ഓഫ് മെഷർമെൻറ്റ്. ഓരോ ഫാക്ടോറിയൽ ഇൻപുട്ടിനും ഓരോ രീതിയിലുള്ള മെഷർമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാ ഫാക്ടേഴ്സിനും നമ്മൾ ഒരേ രീതിയിലല്ല മെഷർ ചെയ്യുക. അപ്പോൾ ഓരോ ഫാക്ടേഴ്സിനെയും ഓരോ രീതിയിൽ മെഷർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഓരോ ഇൻപുട്ടും ദെൻ അതിൻ്റെ ഓരോ വർക്കും ഇതെല്ലാം പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ലേബർ പ്രൊഡക്ടിവിറ്റി, മെഷീൻ പ്രൊഡക്ടിവിറ്റി, മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഇതെല്ലാം പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ഇൻഡിവിജ്വൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് നടത്തുക, അല്ലെങ്കിൽ ഒരു കോമൺ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ അടുത്ത കാര്യം പറയുന്നത്, ഇപ്പം ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് എക്യുപ്മെൻ്റ് ക്വാളിറ്റി, മെക്കാനൈസേഷൻ, അതുപോലെ നല്ല വർക്കിംഗ് കണ്ടീഷൻസ്, ഇതൊക്കെ ലേബർ പ്രൊഡക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ ഇപ്പോൾ മെഷീൻ പ്രൊഡക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിൻ്റെ സ്കില്ല്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പം ഓരോ ഫാക്ടേഴ്സും തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഓരോ വേരിയബിൾസും തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഡിഫിക്കൾട്ടാണ്. ദെൻ അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതും എപ്പോഴും പോസിബിൾ ആവണം എന്നില്ല. ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്, ഇപ്പോൾ പ്രൊഡക്ടിവിറ്റിയിൽ നമുക്ക് ഓരോ ഫാക്ടേഴ്സും നമുക്ക് എന്ത് വേണം, ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബേസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. അത് വെച്ചിട്ട് വേണം നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇനി കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പം ഒരു പ്രൊഡക്ടിവിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബേസ് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഡിഫിക്കൾട്ടാണ്. അപ്പം അത്രയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻ്റ് ആണ്, TPMGT. ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, എന്തൊക്കെയാണ് ഈ പ്രൊഡക്ടിവിറ്റി പ്രോബ്ലംസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട്
അത് സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ടേംസാണ് മെയിനായിട്ട് വരുന്നത്. ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്. ഇവിടെ ടോട്ടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ എല്ലാ റിസോഴ്സസിനെയും ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടോട്ടൽ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ പവർ കൂട്ടുക, അതുപോലെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവിടെ ക്ലിയർ ആയിട്ടുള്ളൊരു ബിസിനസ് ഡയറക്ഷൻ ഉണ്ടായിരിക്കണം, ദെൻ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം, ഇമ്പ്രൂവ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കണം, അതുപോലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് മെഷർമെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇങ്ങനൊരു കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ഈ പ്രൊഡക്ടിവിറ്റിയുടെ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുക. അതാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് യൂസിങ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്. ഈ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 4 കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ്, നൗ, ഹൗ, വേർ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രാറ്റജിക് ബിസിനസ് കസ്റ്റമർ ആൻഡ് എംപ്ലോയീസ് കോണ്ടെക്സ്റ്റ് വിത്തിൻ വിച്ച് ദ ഇംപ്രൂവ്മെൻറ്റ് ഇസ് ടു ബി മെയ്ഡ്. അതായത് എവിടെയാണോ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത് അവിടുത്തെ ഒരു ബിസിനസ് കസ്റ്റമർ എംപ്ലോയീസ് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നൗ സ്റ്റാർട്ട് വിത്ത് എ റിയലിസ്റ്റിക് റിവ്യൂ ഓഫ് ദ കറൻറ്റ് സിറ്റുവേഷൻ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഇൻക്ലൂഡിങ് ഫീഡ്ബാക്ക്, മെഷർമെൻറ്റ്, അനാലിസിസ്, കമ്പാരിസൺ, ഇവാലുവേഷൻ, ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ അതിനുശേഷം ഹൗ ഡിഫൈൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മൂവിങ് ഫ്രം ദ കറൻറ്റ് സിറ്റുവേഷൻ ടു ദ ഡിസൈഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ്. അതായത് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചർ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്. അതിനുശേഷം വേർ, അതായത് ഇനി നമ്മൾ എവിടേക്ക് എത്തണം, ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ ഒരു ഗോൾ എന്താണ്, നമ്മുടെ പർപ്പസ് എന്താണ്, നമ്മുടെ ആസ്പിറേഷൻസ് എന്താണ്, അതൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവസാനത്തെ വേർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്, അതുപോലെ എന്താണ് പ്രൊഡക്ടിവിറ്റി പ്ലാന്, അതുപോലെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.